ഈശോയുടെ ഉയർപ്പിന്റെ മഹാജൂബിലിക്ക് മുന്നൊരുക്കമായി പ്രശസ്ത ധ്യാനഗുരുവും ബൈബിൾ പണ്ഡിതനും ഗാനരചയിതാവുമായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ VC-യുടെ ആത്മീയ നേതൃത്വത്തിൽ ക്രിസ്തുരാജത്വ സന്ദേശ റാലിക്ക് കോഴിക്കോട് ആവേശകരമായ സ്വീകരണം. മലാപ്പറമ്പ് ക്രിസ്തുരാജാപ്പള്ളി, മാവൂർ ക്രിസ്തുരാജാപ്പള്ളി, മുതുകാട് ക്രിസ്തുരാജ ദേവാലയം എന്നിവിടങ്ങളിലൂടെ നടന്ന സന്ദേശ റാലിക്ക് ശേഷം ഷാലോം ഓഫീസിൽ റാലി സമാപിച്ചു. ടീം മിഷൻ കോർഡിനേറ്റർമാരായ KV സെബാസ്റ്റ്യൻ, PV ജോസഫ്, ഷാലോം മാനേജിംഗ് ട്രസ്റ്റി KJ മാത്യു എന്നിവർ പ്രസംഗിച്ചു. മഹാജൂബിലി വർഷമാണ് 2033. എന്നാൽ 2000 പോലെ സെക്യുലർ വേൾഡിന് അത് ഒരു പ്രത്യേക ഒന്നായിട്ട് അവർക്ക് തോന്നാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രസക്തി മുഴുവൻ ലോകത്തെയും അറിയിക്കുക എന്നുള്ളത് ഓരോ ക്രൈസ്തവൻ്റെയും കടമയായി മാറുന്നു എന്നത് വ്യക്തമാണ്. ഇതുകൊണ്ടാണ് കോട്ടയം ക്രിസ്ത്യനും ഫിയാത്ത് മിഷനും ഒക്കെ ഷാലോമും ഒക്കെ 2033 വലിയ ആഘോഷമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി പല രീതിയിൽ വെളിപ്പെടുത്താൻ ശ്രമിച്ചത്. അതിനോട് ചേർന്ന് ഞങ്ങൾ കുറച്ച് പേർ ആലപ്പുഴയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ കിട്ടിയ ഒരു ആശയം, അത് തിരിച്ച് ഞങ്ങൾ ആലപ്പുഴയിൽ വന്ന് ഞങ്ങൾ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ ഞങ്ങളുടെ വ്യാഴാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പ്രാർത്ഥനയ്ക്ക് വെച്ച് അങ്ങനെ വളർത്തിയെടുത്ത ഒന്നാണ് ക്രിസ്തുരാജത്വ സന്ദേശ റാലി എന്ന രീതി. ലോകമെങ്ങും ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ മഹാജൂബിലിയായി ആഘോഷിക്കുന്ന 2033 മുന്നൊരുക്കമായി 10 വർഷം നീണ്ടു നിൽക്കുന്ന സുവിശേഷീകരണ പരിപാടികളാണ് ടീം മിഷൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ വർഷമെന്ന നിലയിൽ ഈ വർഷം ഡിസംബർ വരെ കേരളത്തിലെ 14 ജില്ലകളിലും ക്രിസ്തുരാജ ദേവാലയങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ക്രിസ്തുരാജ സന്ദേശ പദയാത്രകളാണ് ടീം മിഷൻ നടത്തുന്നത്. കഴിഞ്ഞ മാർച്ചിൽ കൊല്ലം ജില്ലയിൽ പുനലൂർ രൂപതാ മെത്രാൻ ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തനാണ് തുടക്കമിട്ടത്. തുടർന്ന് വിവിധ രൂപതകളിൽ വിവിധ ബിഷപ്പുമാർ പങ്കെടുത്തു. ക്രിസ്തുരാജ നാമത്തിലുള്ള ദൈവാലയങ്ങളെ കേന്ദ്രീകരിച്ച് ഈ സുവിശേഷ പ്രഘോഷണം നടത്താൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ക്രിസ്തുരാജ പള്ളികളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ക്രിസ്തുരാജത്വ സന്ദേശ റാലികൾ എന്ന ആശയം ഞങ്ങൾ ഏറ്റെടുത്തത്. നവംബർ 26 കേരളത്തിലെ ഏക ക്രിസ്തുരാജ നാമത്തിലുള്ള കത്തീഡ്രലായ കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ നിന്ന് ഏറ്റുമാനൂർ ക്രിസ്തുരാജ പള്ളി വരെ 12 കിലോമീറ്റർ നീളുന്ന ഒരു പദയാത്രയായിട്ടാണ് ഇതിൻ്റെ തുടക്കം. അത് കോട്ടയം രൂപതയുടെ വികാരി ജനറലാണ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് ആലപ്പുഴയിൽ, എറണാകുളത്ത്, പത്തനംതിട്ടയിൽ, ഇടുക്കിയിൽ, വയനാട്ടിൽ, തൃശ്ശൂരിൽ, കൊല്ലത്ത് അങ്ങനെ 8 ജില്ലകൾ കടന്ന് ഇപ്പോൾ 9ാമത് ജില്ലയായ കോഴിക്കോട് ജില്ലയിൽ ഈ ക്രിസ്തുരാജത്വ സന്ദേശ റാലി ഇവിടെ സമാപിക്കുകയാണ്. ഈ പദയാത്രയ്ക്ക് വലിയ ചലനമുണ്ടാക്കാൻ സാധിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഓർക്കുന്നത്, കർത്താവിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ഭക്തനാണ്, ക്രിസ്തു ഭക്തനായിരുന്നു, ആന്ധ്രാപ്രദേശിൽ മരിച്ചുപോയ YS രാജശേഖരൻ റെഡ്ഡി, YSR. അപ്പോൾ അദ്ദേഹം ഒരു പദയാത്ര, ഇന്ന് 2ആയിട്ട് വിഭജിക്കൂടെ, തെലങ്കാന, ആന്ധ്ര, പക്ഷേ അന്നത്തെ കാലത്ത് അൺഡിവൈഡഡ് ആന്ധ്ര, അതിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അദ്ദേഹം നടത്തിയ പദയാത്ര, ആ പദയാത്ര വലിയൊരു മാറ്റമുണ്ടാക്കി. ജനങ്ങളുടെ ഹൃദയത്തിൽ കോൺഗ്രസ് പാർട്ടി എഴുതപ്പെട്ട ഒരു യാത്രയായിരുന്നു. അദ്ദേഹം അങ്ങനെ അവിടെ ഇലക്ഷൻ ജയിച്ചു മുഖ്യമന്ത്രിയായി. ഞാനിത് പറഞ്ഞ രാഷ്ട്രീയ തലത്തിൽ മാത്രമല്ല, ആത്മീയ തലത്തിലും വലിയ മാറ്റമുണ്ടാക്കുവാൻ നിങ്ങളുടെ ഈ പദയാത്രയ്ക്ക് സാധിക്കും. അരാജകത്വത്തിലേക്കും അധാർമികതയിലേക്കും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന
ഈ സമൂഹത്തെ ജീവിപ്പിക്കുവാനുള്ള ഒരു ജീവൻ യാത്രയാണ്, പദയാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. അടുത്ത മാസം ഞങ്ങൾ കണ്ണൂരേക്കാണ് പോവുക. കണ്ണൂരും കാസർഗോഡും ഒരുമിച്ച് ചേർന്ന് ഒറ്റ റാലിയായിട്ടാണ് ഞങ്ങൾ നടത്തുക. അത് അഭിവന്യ അലക്സ് വടക്കന്തല പിതാവാണ് അതിൻ്റെ സമാപന സന്ദേശം നൽകുക. തുടർന്ന് മറ്റ് 3 ജില്ലകളും കൂടെ പൂർത്തീകരിച്ച് ഞങ്ങൾ 2024 നവംബർ മാസം തിരുവനന്തപുരത്ത് ലോകത്തിലെ ഏറ്റവും പ്രമുഖ ക്രിസ്തുരാജ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ വെട്ടുകാട് പള്ളിയിൽ, അത് മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണെങ്കിലും ലോകത്തിലെ പ്രമുഖ ക്രിസ്തുരാജ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായതുകൊണ്ട് അവിടെ വെച്ച് ഇതിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇതെങ്ങനെയൊക്കെ ആകും, എങ്ങനെ പോകുന്നുള്ളത്. പക്ഷേ ഞങ്ങൾ 100% പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓരോ മാസം കഴിയുന്തോറും ഭയങ്കര ഒരു എനർജിയാണ് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാനായിട്ടുള്ള ഇത് ലഭിക്കുന്നത്. 2025 നാഗർകോവിൽ മുതൽ ഗുവാഹട്ടി വരെ നീളുന്ന ക്രിസ്തുരാജ സന്ദേശ വാഹന റാലിയും ടീം മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 2ാം ഘട്ടത്തിൽ കേരളത്തിന് വെളിയിലുള്ള രൂപതകളിലെ ക്രിസ്തുരാജ ദൈവാലയങ്ങളെ ഇതുപോലെ ബന്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ക്രിസ്തുരാജ സന്ദേശ റാലികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിച്ചാൽ, മിശിഹാരാജൻ അനുഗ്രഹിച്ചാൽ തുടർന്നുള്ള വർഷങ്ങളിൽ കേരളത്തിന് വെളിയിലേക്കും കടന്നു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോ മിശിഹായുടെ നിത്യരാജ്യത്വം പ്രഘോഷിക്കുന്ന വിവിധ വാക്യങ്ങളെ ആധാരമാക്കിയാണ് ടീം മിഷൻ പ്രവർത്തിക്കുന്നത്. നമ്മുടെ കർത്താവും രക്ഷകനും വീണ്ടെടുപ്പുകാരനും അന്ത്യവിധിയാളനും വാനമേഘങ്ങളിൽ സർവ്വമഹിമപ്രതാപ വൈശിഷ്ട്യങ്ങളോടെ വീണ്ടും വരാനിരിക്കുന്നവനുമായ മിശിഹായെ ലോകത്തിൻ്റെ അതിരുകളോളം സകല സൃഷ്ടികളോടും പ്രഘോഷിക്കുക എന്ന ദൗത്യമാണ് ടീം മിഷൻ നിർവഹിക്കുന്നത്.